ഓം നമഃശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഭാര്യാനാശ യോഗങ്ങളെക്കുറിച്ച് പറയാം. ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഒന്നാമത്തേത്, ജാതകത്തിൽ ശുക്രൻ ശത്രു ക്ഷേത്രങ്ങളായ കർക്കിടകം, ചിങ്ങം എന്നീ രാശികളിൽ നിൽക്കുകയും പാപഗ്രഹങ്ങളുടെ മധ്യത്തിൽ ശുക്രന് സ്ഥിതി ഉണ്ടാകുകയും ചെയ്താൽ ജാതകന് ഭാര്യാനാശത്തിന് ഇടയാകുന്ന ഗ്രഹയോഗമാണ് അത്. രണ്ടാമത്തേത്, ചൊവ്വ ഗ്രഹനിലയിൽ 2, 4, 7, 8, 12 എന്നീ ഭാവങ്ങളിൽ ഒന്നിൽ നിന്നാലും ജാതകന് ഭാര്യാനാശ യോഗമാണ് ഉണ്ടാകുന്നത്. മൂന്നാമത്തേത്, 7ാം ഭാവം ഒരു പാപഗ്രഹത്തിന്റെ ക്ഷേത്രം ആയിരിക്കുകയും അവിടെ ചൊവ്വ നിൽക്കുകയും ചൊവ്വയെ ഒരു പാപഗ്രഹം ദൃഷ്ടി ചെയ്യുകയും ഉണ്ടായാലും ജാതകന് ഭാര്യാനാശം സംഭവിക്കും. നാലാമത്തേതായി, ലഗ്നഭാവത്തിൽ ശുക്രൻ നിൽക്കുകയും 12ാം ഭാവത്തിൽ ചൊവ്വയും നിൽക്കുന്നു എങ്കിലും ഭാര്യാനാശം ഉറപ്പായും സംഭവിക്കുന്നതാണ്. ചൊവ്വ ബലഹീനനാണ് എങ്കിൽ ഭാര്യ മരിക്കുകയില്ല, എന്നാൽ ഭാര്യ പദവിക്ക് നാശം സംഭവിക്കുകയായിരിക്കും ഫലം. അഞ്ചാമത്തേത്, ബലമില്ലാത്ത ചൊവ്വ 7ാം ഭാവത്തിൽ നിൽക്കുകയും ശനി ചൊവ്വയെ ദൃഷ്ടി ചെയ്യുകയും ഉണ്ടായാൽ ഭാര്യാമരണം ഉറപ്പായും സംഭവിക്കുന്നതാണ്. ആറാമത്തേത്, മകരം രാശി 7ാം ഭാവം ആകുകയും അവിടെ വ്യാഴം നിൽക്കുകയും ചെയ്താൽ ജാതകന് ഭാര്യാമരണയോഗം ഉണ്ടാകും. അതുപോലെ വൃശ്ചികം രാശി 7ാം ഭാവം ആകുകയും അവിടെ ശുക്രൻ നിന്നാലും ജാതകന് ഭാര്യാമരണം സംഭവിക്കും. അതുപോലെ ഇടവം രാശി 7ാം ഭാവം ആകുകയും അവിടെ ബുധൻ നിൽക്കുകയും ചെയ്താലും ജാതകന് ഭാര്യാമരണയോഗം ഉണ്ടാകുന്നതാണ്. ഏഴാമത്തേതായിട്ട്, 7ാം ഭാവാധിപൻ 6ാം ഭാവത്തിലോ 12ാം ഭാവത്തിലോ എന്നീ 2 ദുസ്ഥാനങ്ങളിൽ നിന്നാലും ജാതകന് ഭാര്യാനാശം ഉണ്ടാകും. അടുത്തത്, 8ാമതായിട്ട്, 7ാം ഭാവത്തിലും 2ാം ഭാവത്തിലും ബലഹീനനായും ശുഭഗ്രഹ ദൃഷ്ടി ഇല്ലാതെയും പാപഗ്രഹങ്ങൾ നിന്നാലും ജാതകന് ഭാര്യാനാശം ഉണ്ടാകും. മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃശിവായ.